നമസ്കാരം. മുംബൈ പൈഥുനിലെ ദുകാഡിയ കുടുംബത്തിലെ 4 പേരുടെ ദുരൂഹ മരണത്തിൽ പുതിയ വഴിത്തിരിവ്. കുടുംബത്തിന്റെ മരണത്തിന് കാരണം ബാക്ടീരിയ അണുബാധയല്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടുകളിൽ വ്യക്തം. ഇതോടെ മരണകാരണം രാസവിഷബാധയാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. അതേസമയം തന്നെ തണ്ണിമത്തൻ കഴിച്ചതാണ് മരണകാരണമെന്ന വാർത്തകൾ പരന്നതോടെ നഗരത്തിലെ ഫലവർഗ വിപണിയും കടുത്ത പ്രതിസന്ധിയിലാണ്. ഏപ്രിൽ 25 രാത്രിയോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. പൈഥുനിയിലെ കരീം മൊഹല്ലയിൽ താമസിക്കുന്ന അബ്ദുള്ള ദുകാഡിയെ കുടുംബവും ബന്ധുക്കൾക്കായി വിരുന്നൊരുക്കുകയായിരുന്നു. ചിക്കൻ പുലാവും ബിരിയാണിയും കഴിച്ച അതിഥികൾ മടങ്ങിയ ശേഷം പുലർച്ചെ 1 മണിയോടെയാണ് അബ്ദുള്ളയും ഭാര്യയും 2 പെൺമക്കളും തണ്ണിമത്തൻ കഴിച്ചത്. പുലർച്ചെ 5 മണിയോടെ ഇവർക്ക് കഠിനമായ ഛർദിയും വയറുവേദനയും അനുഭവപ്പെടുകയും ചെയ്തു. പ്രാദേശിക ഡോക്ടറെ കണ്ട പ്രാഥമിക ചികിത്സ തേടിയെങ്കിലും നില വഷളായതിനെ തുടർന്ന് ജെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 4 പേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വിദഗ്ധ ചികിത്സ തേടുവാൻ വൈകിയ 5.5 മണിക്കൂർ നിർണായകമായി എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശരീരത്തിൽ വിഷാംശം പടർന്ന ഗോൾഡൻ അവർ നഷ്ടപ്പെടുത്തിയത് കുടുംബത്തിന്റെ ജീവനെടുത്തു. എന്നാൽ ജെ ആശുപത്രിയിലെ മൈക്രോബയോളജി വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഇവരുടെ ശരീരത്തിൽ ബാക്ടീരിയ അണുബാധ കണ്ടെത്താനായിട്ടില്ല. ആന്തരിക അവയവങ്ങൾക്കുണ്ടായ പച്ച നിറവും ശരീരത്തിൽ കണ്ടെത്തിയ മോർഫിൻ സാന്നിധ്യവും രാസവിഷബാധയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സംഭവം സോഷ്യൽ മീഡിയയുടെ പ്രചരിച്ചതോടെ മുംബൈയിലെ തണ്ണിമത്തൻ വിപണി സ്തംഭിച്ചു. ക്രോഫോർഡ് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ തണ്ണിമത്തൻ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലാണ്. ഡിമാൻഡ് 30% ഇടിഞ്ഞു. കിലോയ്ക്ക് 35 രൂപ വരെ ഉണ്ടായിരുന്ന ഗോൾഡൻ സെയിൽ വില 5-7 രൂപയിലേക്ക് താഴുകയായിരുന്നു. വാങ്ങിയ പഴങ്ങൾ പോലും ഉപഭോക്താക്കൾ തിരികെ നൽകുന്ന സാഹചര്യമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നിലവിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ജെ മാർക്ക് പോലീസ് ADR രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടരുകയാണ്. ഭക്ഷണ സാധനങ്ങളുടെയും വെള്ളത്തിന്റെയും സാമ്പിളുകൾ FDA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള വിഷശാസ്ത്ര റിപ്പോർട്ട് ലഭിക്കുന്നതോടെ മാത്രമേ ഇതിന്റെ ഒരു ഭക്ഷ്യവിഷബാധയാണോ അതോ ആസൂത്രിതമായ മറ്റെന്തെങ്കിലും ഇടപെടലാണോ എന്ന് വ്യക്തമാകും. തണ്ണിമത്തൻ കഴിച്ചതാണ് മരണകാരണമെന്ന് ആദ്യം കരുതിയെങ്കിലും പുതിയ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മരണപ്പെട്ടവരുടെ ശരീരത്തിൽ മോർഫിന്റെ സാന്നിധ്യം കണ്ടെത്തിയതും ആന്തരിക അവയവങ്ങൾക്കുണ്ടായ അസ്വാഭാവികമായ മാറ്റങ്ങളും അന്വേഷണത്തെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിക്കുന്നത്. ജെ ആശുപത്രിയിലെ ഫോറൻസിക് പരിശോധനയിൽ മരിച്ചവരുടെ തലച്ചോറ്, ഹൃദയം, കുടൽ എന്നിവ പച്ച നിറത്തിൽ മാറിയതായിട്ടാണ് കണ്ടെത്തിയത്. സാധാരണ ഭക്ഷ്യവിഷബാധയേറ്റാൽ ഉണ്ടാകുന്ന മാറ്റമല്ല ഇതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനു പുറമെ കുടുംബനാഥനായ അബ്ദുള്ളയുടെ ശരീരത്തിൽ മോർഫിൻ എന്ന അതിശക്തമായ വേദന സംഹാരിയുടെ അംശവും കണ്ടെത്തുകയായിരുന്നു. ഇത് ചികിത്സയുടെ ഭാഗമായി നൽകിയതാണോ അതോ ഭക്ഷണത്തിലൂടെ ഉള്ളിൽ ചെന്നതാണോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഭക്ഷണ സാധനങ്ങളിൽ FDA നടത്തിയ പരിശോധനയിൽ തണ്ണിമത്തനിലോ ബിരിയാണിയിലോ മാരകമായ മായം ചേർത്തിട്ടില്ലെന്നാണ് വ്യക്തമായത്. എന്നാൽ മറ്റൊരു പ്രതിസന്ധി അധികൃതരെ അലട്ടുന്നുണ്ട്. ശേഖരിച്ച ഭക്ഷണ സാധനങ്ങളുടെ അളവ് വളരെ കുറവായതിനാൽ കൂടുതൽ സൂക്ഷ്മമായ ബാക്ടീരിയൽ പരിശോധനകൾ നടത്തുവാൻ കഴിയുന്നില്ല എന്നാണ് ലബോറട്ടറികൾ അറിയിക്കുന്നത്. ഇതോടെ മരണകാരണം കൃത്യമായി കണ്ടെത്താൻ വിസറ പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥ. ഈ ദാരുണ സംഭവം നടന്ന രാത്രിയിൽ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളുടെ മൊഴികളൊക്കെ തന്നെ പോലീസ് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിരുന്നിൽ പങ്കെടുത്ത 9 അതിഥികൾക്കും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അതിഥികൾ പോയതിനു ശേഷം കുടുംബം മാത്രം കഴിച്ച ആഹാരത്തിലോ വെള്ളത്തിലോ ആണ് എന്തെങ്കിലും കലർന്നിരിക്കുവാൻ സാധ്യതയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മരണപ്പെട്ട അബ്ദുള്ള ദുകാഡിയ ഒരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കേസിലെ സാക്ഷിയായിരുന്നുവെന്ന വിവരം പോലീസ് ഗൗരവത്തോടെ തന്നെ പരിശോധിക്കുകയാണ്. മെഡിക്കൽ സംഘം നൽകുന്ന സൂചനകൾ പ്രകാരം ഇതൊരു സാധാരണ ഭക്ഷ്യവിഷബാധ അല്ല. സാധാരണഗതിയിൽ പഴകിയ ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന രോഗാണുക്കൾ രക്തപരിശോധനയിൽ തെളിയാറുണ്ട്. പക്ഷേ ഈ കേസിൽ രക്തം പൂർണ്ണമായും ശുദ്ധമാണെന്ന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കുഴപ്പിക്കുന്നു. കുടുംബം ഉപയോഗിച്ച വെള്ളത്തിലോ തണ്ണിമത്തൻ മുറിക്കാൻ ഉപയോഗിച്ച കത്തിയിലോ അതുമല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മറ്റെന്തെങ്കിലും വസ്തുക്കളിലോ അദൃശ്യമായ രാസവിഷാംശം ഉണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം ആന്തരിക അവയവങ്ങളുടെ നിറമാറ്റം തന്നെയാണ്. തലച്ചോറും ഹൃദയവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കണ്ട പച്ചനിറം കോപ്പർ സൾഫേറ്റ് പോലുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യം മൂലമാണോ എന്ന് ഫോറൻസിക് ലാബ് പരിശോധിക്കുന്നുണ്ട്. തണ്ണിമത്തന് ചുവപ്പ് നിറം നൽകാൻ വ്യാജമായ രാസവസ്തുക്കൾ കുത്തിവച്ചിരുന്നോ എന്ന ആംഗിളും അന്വേഷണ പുരോഗതിയിലുണ്ട്. സംഭവ ദിവസം കുടുംബാംഗങ്ങൾ ആരെങ്കിലുമായി ഫോണിൽ സംസാരിച്ചിരുന്നോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഈ തണ്ണിമത്തൻ വാങ്ങിയ കടയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെയും കണ്ടെത്തുവാനും പോലീസ് ശ്രമിക്കുകയാണ്. മുംബൈയുടെ ഹൃദയഭാഗമായ പൈഥുനിയിൽ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത് ഒരു കുടുംബത്തിലെ 4 ജീവനാണ്.
അബ്ദുള്ള തൊഗാഡിയ, ഭാര്യ നസ്രീൻ, മക്കളായ ആയിഷ, സൈനബ് എന്നിവർ ഒരേ സമയം മരണത്തിന് കീഴടങ്ങിയത് നഗരത്തെ ഭീതിയിലാഴ്ത്തി. ആദ്യം ഭക്ഷ്യവിഷബാധ എന്ന് കരുതിയ കേസ് അതീവ ഗൗരവമുള്ള ഒരു ക്രിമിനൽ അന്വേഷണമായും മാറിയിരിക്കുകയാണ്. ഈ കേസിൽ മെഡിക്കൽ വിദഗ്ധരെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ഈ മരണപ്പെട്ടവരുടെ ആന്തരികാവയവങ്ങളുടെ നിറവ്യത്യാസം തന്നെയാണ്. സാധാരണ ഭക്ഷ്യവിഷബാധയേറ്റാലോ അണുബാധയേറ്റാലോ ഒന്നും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകാറില്ല. വ്യാവസായിക രാസവസ്തുക്കളുടെയോ മാരകമായ വിഷാംശമുള്ള സൈനോ ബയോട്ടിക്സുകളുടെയോ സാന്നിധ്യം തന്നെയാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കൂടാതെ ഈ അബ്ദുള്ളയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മോർഫിന്റെ അംശവും ആശുപത്രികളിൽ മാത്രം നിയന്ത്രിതമായി ഉപയോഗിക്കുന്ന ഈ ശക്തമായ വേദനാസംഹാരി എങ്ങനെയാണ് കുടുംബത്തിന്റെ ഭക്ഷണത്തിലെത്തിയത്? ഇത് ബോധപൂർവം നൽകിയതാണോ എന്ന പോലീസിന്റെ ചോദ്യമാണ് ഏറ്റവും കൂടുതലായി കുഴപ്പിക്കുന്നത്. അന്വേഷണം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നതും ഈ 2019 റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കേസിൽ തന്നെയാണ്. ഈ കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു ഈ അബ്ദുള്ള തൊഗാഡിയ. 2026 നടക്കാനിരുന്ന വിചാരണയ്ക്ക് മുൻപായി സാക്ഷിയെയും കുടുംബത്തെയും ഇല്ലാതാക്കുവാൻ എതിരാളികൾ നടത്തിയ നീക്കമാണോ ഇതെന്നും പോലീസ് ഗൗരവമായി തന്നെ പരിശോധിക്കുകയാണ്. സംഭവം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കുടുംബത്തിന് തണ്ണിമത്തൻ വിറ്റ കച്ചവടക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. FTAയുടെയും പോലീസിനെയും കണ്ണുവെട്ടിച്ചിയാൽ എവിടെ പോയി എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. തണ്ണിമത്തനിൽ സിറിഞ്ച് വഴി വിഷം കുത്തിവെച്ചിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കലീന ഫോറൻസിക് ലാബുകൾ അന്തിമ വിസറ റിപ്പോർട്ടിന് മുംബൈ നഗരം കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നഗരത്തിലെ പഴവിപണികളിൽ തണ്ണിമത്തൻ വിൽപ്പന കുത്തിനെ ഇടിയുകയും ചെയ്തു. ഇത് ഒരു അബദ്ധത്തിൽ സംഭവിച്ച ഭക്ഷ്യവിഷബാധയല്ല, മറിച്ച് കൃത്യമായി പ്ലാനിങ്ങോട് നടത്തിയ കൊലപാതകമാണെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും പോകുന്നത്. തണ്ണിമത്തൻ മറയാക്കി നടത്തിയ ഒരു പെർഫെക്റ്റ് മർഡർ ആണോ ഇതെന്നാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ശരീരത്തിലുള്ള രാസപ്രവർത്തനം വെറും ഒരു വിഷബാധയല്ല. സൈനോ ബയോട്ടിക്സ് എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിന് അന്യമായ വ്യാവസായികമായ സംയുക്തങ്ങൾ രക്തത്തിൽ കലർന്നുവെന്നാണ് സൂചന. മോർഫിൻ നൽകി ഇരകളെ അബോധാവസ്ഥയിലാക്കിയ ശേഷം മാരകമായ മറ്റൊരു രാസവസ്തു നൽകിയതാണോ എന്നും ഫോറൻസിക് വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. ഇതായിരിക്കാം അവയവങ്ങൾ പെട്ടെന്ന് പച്ച നിറമാകുവാൻ കാരണമായത്. കൂടാതെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചതുപോലും ബെഡ്ഷീറ്റിൽ കിടത്തി അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കാരണം നിശ്ചലമായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഈ 4 പേരും. തൊഗാഡിയ കുടുംബം പോയ വഴികളിലെ ചില CCTV ദൃശ്യങ്ങളൊക്കെ അവ്യക്തമായതും ചിലയിടങ്ങളിൽ ക്യാമറകൾ പ്രവർത്തിക്കാതിരുന്നതും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നുണ്ട്. ഇത് തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്ന സംശയമാണ് ഉയരുന്നത്. 2019 റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് മുംബൈയിലെ പ്രബലരായ ചില വ്യക്തികളാണ്. ഈ കേസിൽ അബ്ദുള്ള തൊഗാഡിയ നൽകാനിരുന്ന മൊഴി പലരുടെയും ഭാവി തകർക്കുമായിരുന്നു. കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുന്നതിലൂടെ കേസിലെ ഏക സാക്ഷിയും മാത്രമല്ല, ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണികളെയും ഇല്ലാതാക്കാനാണ് ഗൂഢാലോചനക്കാർ ശ്രമിച്ചത്. ഈ ദുരൂഹത നീങ്ങാത്തിടത്തോളം കാലം മുംബൈയിലെ പഴവിപണിയും സാധാരണ നിലയിലേക്ക് ആകില്ല. വാഷി മൊത്ത വ്യാപാര മാർക്കറ്റിൽ പോലും തണ്ണിമത്തൻ സ്റ്റോക്കുകൾ കെട്ടിക്കിടക്കുകയാണ്. ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നഗരത്തിലുടനീളം പരിശോധന കർശനമാക്കിയിട്ടുണ്ടെങ്കിലും ആ കേസിൽ ഐസൊലേറ്റഡ് ടാർഗറ്റഡ് അറ്റാക്ക് ആണെന്ന നിഗമനത്തിലേക്കാണ് പോലീസും എത്തി നിൽക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഇടപെടലാണ് ഈ കൂട്ടമരത്തിന് പിന്നിലെന്ന സംശയമാണ് ബലപ്പെടുന്നത്. അബ്ദുള്ള തൊഗാഡിയെ ലക്ഷ്യം വെച്ചുള്ള നീക്കത്തിൽ ഒരു കുടുംബം മുഴുവൻ ബലിയാടായി. അബ്ദുള്ള തൊഗാഡിയ സാക്ഷിയായ 2019 കേസ് കോടികളുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിചാരണ അടുത്തിരിക്കെ മൊഴി മാറ്റാൻ അബ്ദുള്ളയ്ക്ക് കടുത്ത സമ്മർദ്ദം ഏറ്റിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ ലഭിച്ച മൊഴികൾ പ്രകാരം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി അബ്ദുള്ള വലിയ മാനസിക സമ്മർദ്ദമാണ് നേരിട്ടിരുന്നത്. ഒന്നുകിൽ അതിഥികൾ പോകുന്നവരെ കാത്തിരിക്കുകയും കുടുംബാംഗങ്ങൾ മാത്രം കഴിക്കാൻ സാധ്യതയുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തുകയും ചെയ്ത രീതി നോക്കുമ്പോൾ വീടിനുള്ളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ആരോ ഇതിന് പിന്നിലുണ്ടെന്ന് പോലീസ് കരുതുന്നു. ആ രാത്രി ആ വീട്ടിലെത്തിയവരുടെ പട്ടിക ക്രൈംബ്രാഞ്ച് വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. കടുത്ത നിയന്ത്രണങ്ങളുള്ള മോർഫിൻ പോലുള്ള മരുന്നുകൾ മെഡിക്കൽ കുറിപ്പില്ലാതെ ലഭിക്കില്ല. മുംബൈയിലെ ചില സ്വകാര്യ ആശുപത്രികളുമായും ഫാർമസികളുമായും ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഈ മരുന്ന് എത്തിച്ചു നൽകിയ മിഡിൽമാൻ പിടിയിലായാൽ ഗൂഢാലോചനയുടെ ചുരുളഴിയും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത് എങ്കിലും ഇത് ഉടൻ തന്നെ IPC 302 പ്രകാരം കൊലപാതക കേസായി മാറുമെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന.